മുസ്ലിം ലീഗ് RSP നേതാക്കളുമായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തി. മുന്നണിയുടെ കെട്ടുറപ്പ് കോൺഗ്രസ് ഉറപ്പാക്കണമെന്നും മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്തം കോൺഗ്രസ് പ്രകടിപ്പിക്കണമെന്നും കൂടിക്കാഴ്ചയിൽ ലീഗ് ആവശ്യപ്പെട്ടു. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പാർട്ടി ധരിപ്പിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസിലെ ഐക്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ലെന്നും അതിനുള്ള നടപടികൾ വേണമെന്നും RSP ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായിട്ട് ദീപാദാസ് മുൻഷിയായിട്ട് നടത്തിയ ഡിസ്കഷൻ പാർട്ടിയിൽ വെക്കുക, പാർട്ടിയിൽ ചർച്ച ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങളൊന്നും പറയില്ല. ഞാൻ ഈ കാര്യങ്ങൾ തങ്ങളായിട്ടും അതുപോലെ പാർട്ടി ലീഡേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അവർ നടത്തുന്ന ചർച്ചയല്ലേ, തീർച്ചയായും പിന്നെ അത്തരം കാര്യങ്ങൾ തന്നെയാണല്ലോ. പക്ഷേ ചർച്ചയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ കഴിയില്ല. മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിലെ അനൈക്യങ്ങൾ പലപ്പോഴും മുന്നണിക്ക് വെല്ലുവിളിയാണ്. അക്കാര്യം സൂചിപ്പിച്ചോ? അല്ലല്ല, അങ്ങനെ വ്യക്തമായിട്ട് ഉള്ളതല്ല. എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാമല്ലോ. നമ്മളിപ്പോൾ എടുത്തു പറയുക ഒന്നും വേണ്ട. ഇത് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അതാണ് ഞാൻ പറഞ്ഞത്, UDF കുറിച്ചൊരു പോസിറ്റീവ് ഒരു അഭിപ്രായം ഇപ്പോൾ ഇല്ലെന്നല്ല, അത് കുറേ കൂടെ ഇതുണ്ടാണ്. നമുക്ക് ഈ വിഷയങ്ങൾ ഈ നിലയിലേക്ക് ചർച്ച ചെയ്ത് UDF ശക്തമായി അടുത്ത ഒരു വർഷം മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഏറ്റവും വലിയ തടസ്സമായി നമുക്ക് പലപ്പോഴും ഉള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് മുൻകൂട്ടി പരിഹാരം കണ്ടുകൊണ്ട് തന്നെ പോകാം എന്നുള്ളതാണ് ചർച്ചയിൽ വന്നത്. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, ഇവരോട് AICC നേതൃത്വം എന്ത് മറുപടിയാണ് കൊടുത്തത്? അജിംസെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അവസാനം മുസ്ലിം ലീഗും ഇപ്പോൾ ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും 3 ആവശ്യങ്ങളാണ് PK കുഞ്ഞാലിക്കുട്ടി ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ ഒന്ന്, മുന്നണിയുടെ കെട്ടുറപ്പ് ഉറപ്പാക്കേണ്ടത് കോൺഗ്രസ് ആണ്. ആ ബാധ്യത കോൺഗ്രസ് നിർവഹിക്കണം എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന്, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും മുന്നണിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാകുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ, വാക്കുകൾ ഒന്നും പാടില്ല എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്തം കോൺഗ്രസ് നിർവഹിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. എന്നിങ്ങനെ 3 കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി ദീപാദാസ് മുൻഷിയുമായി സംസാരിച്ചത്. സമാനമായ രീതിയിൽ തന്നെയായിരുന്നു RSP നേതാക്കളുടെയും ആവശ്യങ്ങൾ. അതായത് കോൺഗ്രസിലെ പ്രശ്നങ്ങളും പടലപ്പിടക്കങ്ങളുമൊക്കെ അവസാനിച്ചു എന്ന് ഇപ്പോൾ ഡൽഹി ചർച്ചയോടുകൂടി ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമാകുന്ന രീതിയിൽ, അവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ വേണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്ന ആവശ്യമായിരുന്നു RSP മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇനി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഐക്യത്തോടു കൂടിയായിരിക്കും മുന്നോട്ട് പോകുക എന്ന ഉറപ്പാണ് ദീപാദാസ് മുൻഷി ഘടകകക്ഷി നേതാക്കൾക്ക് നൽകിയത്. ഒപ്പം നിയമസഭാ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി കാലേക്കൂട്ടി നേരത്തെ പൂർത്തീകരിക്കാം എന്ന ഘടകകക്ഷികളുടെ അഭിപ്രായത്തോട് അവരും എന്നാണ് നമ്മൾ